ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അമ്പിളിയുടെ സ്വപ്നത്തെ പറ്റി ഇപ്പൊ രഘുവേട്ടൻ എന്തു പറയുന്നു? ആ സ്വർണം എന്റെ കയ്യിൽ കിട്ടുമ്പോ എനിക്കറിയായിരുന്നു അത് നമുക്കുള്ളത് തന്നെയാണെന്ന്. പക്ഷേ അതാരോടും പറയാൻ കഴിയില്ലല്ലോ. പറഞ്ഞ അമ്പിളി അതിമോഹിയും ആർത്തിക്കാരിയും ഒക്കെ ആവില്ലേ? എന്തായാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്പിളി. നിന്റെ കയ്യിൽ കിട്ടിയ നിധി ഇതുവരെ കൈവിടാതെ കൊണ്ടുവന്നില്ല. എനിക്ക് പോലും പറ്റാത്ത കാര്യം നീ ചെയ്തേ. അവസാനം നീ ആ സ്വർണം ദാസങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതാ ഏറ്റവും വലിയ ടെസ്റ്റ്. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല. ഇനിയെങ്കിലും രഘുവേട്ടൻ അമ്പിളിയെ വിശ്വസിക്കേ. ഞാൻ രഘുവേട്ടന്റെ ഉയർച്ച മാത്രം ആഗ്രഹിക്കുന്നവളാ. അതിനുവേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവളാ. ഞാൻ പറയുന്ന വഴിക്ക് നടന്ന രഘുവേട്ടന് നാളെ കോടീശ്വരനാകാം. കോടീശ്വരൻ. നീ എന്റെ ചങ്കലടി. ഇനി നമ്മുടെ ടൈമാ. അതിലെനിക്കിനി ഒരു സംശയമില്ല. നമുക്കേ ഈ ഓണം അടിച്ച് പൊളിക്കണം അമ്പിളി. ഇത്തവണ പഞ്ചരത്നത്തിലെ ഓണം നമ്മുടെ വകയായിരിക്കണം. നിനക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്. അതിന് നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ രഘുവേട്ട. സ്വർണം ദാസങ്ങളിനെ ഏൽപ്പിച്ചാലല്ലേ പണം കിട്ടൂ. അത് നമുക്ക് എത്രയും വേഗം ഏൽപ്പിക്കാം അമ്പിളി. എന്നിട്ട് അങ്കിളിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം നമുക്ക് വാങ്ങാം. ഇതുവരെ ഓണം വന്നാലും വിഷു വന്നാലും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അമ്മാവനും ബാക്കിയുള്ളവരൊക്കെ ആഘോഷം നടത്തുമ്പോ നമ്മള് അതിന്റെ കൂടെ ചേരാറില്ലേ പതിവ്? അതെ. ഇത്തവണ രഘുവേട്ടൻ പറഞ്ഞതുപോലെ എല്ലാം നമ്മുടെ വകയാവട്ടെ. ദാസങ്ങളിനോട് രഘുവേട്ടൻ സംസാരിച്ചാ മതി.